യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞങ്ങൾ വെക്കേഷനായിട്ട് ഒരു ഓറിയോ കേക്ക് ഉണ്ടാക്കാൻ പ്ലാൻ ചെയ്തിരിക്കുക. അപ്പോൾ നമുക്കത് ഉണ്ടാക്കാൻ വേണ്ടി 2 ഓറിയോയും കുറച്ച് ഡയറി മിൽക്കും വാങ്ങിയിട്ടുണ്ട്. ആദ്യം നമുക്ക് ഓറിയോ അല്ല ഇനി നമുക്ക് ക്രീം ഒരു പാത്രത്തിലോട്ടാക്കാം. ഇത് രണ്ടും നമ്മൾ 2 പാത്രത്തിലോട്ടാക്കി. ഇനി ഈ ഓറിയോ നമുക്ക് മിക്സിയിലിട്ട് അടിക്കണം. നമുക്ക് ഇതായോ നോക്കാം. പൊടിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു പാത്രത്തിലോട്ടാക്കിയിട്ട് ബേക്കിംഗ് പൗഡറും പാലും ഒഴിച്ച് നമുക്ക് മിക്സ് ചെയ്യാം. നമുക്കിനി ഇതിലോട്ട് ബേക്കിംഗ് പൗഡർ ഇടണം. ഇച്ചിരി ഇട്ടാൽ മതിയെന്ന് തോന്നുന്നു. ആവശ്യത്തിന് ഇട്ടാൽ മതി. ഇനി ഇതിലോട്ട് നമുക്ക് പാലും കൂടെ ചേർത്ത് ഇളക്കണം. ആവശ്യത്തിന് പാലൊഴിച്ചിട്ട് നമുക്ക് ഇളക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് ഇതിൻ്റെ ക്രീം തട്ടിയിടാം. ഇളക്കി കൊടുക്കാം. നമുക്ക് ഇത് ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു പാത്രത്തിലോട്ട് ഒഴിച്ച് ഇത് ബേക്ക് ചെയ്യാൻ വെക്കണം. ഇത് നോ ഓവൻ ഓറിയോ കേക്കാണ്. അപ്പോൾ നമ്മൾ അടുപ്പിലാണ് വെക്കുന്നത്. നമ്മൾ ഈ പാത്രത്തിലാണ് കേക്ക് ഒഴിച്ച് വെക്കുന്നത്. അതിന് മുമ്പ് നമുക്ക് നെയ്യ് തേക്കാം. ബേക്കിംഗ് ഷീറ്റൊന്നും നമ്മുടെ കയ്യിലില്ല. നെയ്യ് തേച്ച് കൊടുക്കാം. അത് നെയ്യ് തേച്ച ശേഷം നമുക്ക് ഇതിലോട്ട് നമുക്ക് ഒഴിച്ച് കൊടുക്കാം. നമുക്ക് സ്റ്റൗ കത്തിക്കാം. ഇനി നമ്മൾ വെക്കുന്നത് നമ്മൾ ഇതിനകത്തോട്ട് ഇത് ഇറക്കി വെച്ചതിന് ശേഷം നമുക്ക് ഇതിനകത്തോട്ട് ഇത് വെക്കാം. ഇരിക്കുമെന്ന് ഡൗട്ടാണ്. വെള്ളം ഒഴിച്ചില്ല. ഒഴിക്കാം. നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് അതിൻ്റെ അകത്ത് പോയി പോവും. അകത്ത് വെക്കൂടാ.
നമ്മൾ വെള്ളം ഒഴിക്കണം. ഇതൊക്കെയാണ് ആയിരിക്കും. എന്നിട്ട് തന്നെ നമുക്ക് മണ്ടവശം മുകൾ വശം അടച്ചു കൊടുക്കണം. നമുക്ക് ഇത് അടപ്പ് കൊണ്ട് മൂടാം. ഇനി 45 മിനിറ്റ് കഴിഞ്ഞ് നമുക്കിത് തുറക്കാം. അപ്പോൾ നമുക്കിനി ഇതിൻ്റെ മണ്ടയ്ക്ക് ഒഴിക്കുന്ന ഒരു ചോക്ലേറ്റ് ഉണ്ടാക്കണം. അതിന് നമുക്ക് ഡയറി മിൽക്ക് വേണം. നമ്മൾ 4 ഡയറി മിൽക്ക് വാങ്ങിച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് പൊട്ടിക്കാം. നമുക്കിത് അറിയാം. നമ്മളിത് ബേക്ക് ചെയ്ത് ഇങ്ങോട്ടെടുത്ത് ഇപ്പം നമുക്കിനി തുറക്കാം. പാത്രത്തിൽ തട്ടാൻ പറ്റിയില്ല, ഇത് ഇളകിപ്പോയി. അപ്പം നമുക്കിനി ഇതിൽ വെച്ചാക്കാം. അതിന് മണ്ടയ്ക്ക് നമ്മൾ ഡയറി മിൽക്ക് മെൽറ്റ് ചെയ്ത് തേക്കാൻ പോവാണ്. సరే సరే త్వరపడకో తదుపరి కథ ఎట్టుకో సరే సరే త్వరపడకో తదుపరి కథ ఎట్టుకో